ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിൽസ് ഡയമെൻഷൻസ്. ഹ്യൂമൻ പ്രൊപ്പോർഷനെ കുറിച്ച് നമുക്ക് കുറച്ച് ഒരു ഐഡിയ തരാനുണ്ട്. സോ അതിനെക്കുറിച്ച് പറയാനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെഫറൻസസ് ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ എന്ന് പഠിച്ചു. ZBrushൻ്റെ വ്യൂ ബോർഡിലേക്ക് അല്ലെങ്കിൽ ZBrushൻ്റെ ക്യാൻവാസിലേക്ക്. ഓക്കെ, ഇന്ന് നമ്മൾ അതിൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ക്യാരക്ടർ പ്രൊപ്പോർഷൻസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം ഒരു ന്യൂ പേജ് എടുക്കാം. ആൻഡ് ഇതാണ് ഹ്യൂമൻ അനാട്ടമി. നമ്മളൊരു റെഫറൻസ് ഇമേജ് എടുത്തിട്ടുണ്ട്. സോ ഇതിനെ നമുക്ക് എങ്ങനെ അതിൻ്റെ ഹ്യൂമൻ പ്രൊപ്പോർഷൻസിൻ്റെ കാര്യങ്ങൾ പഠിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ പോവാണ്. സോ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഹെഡിങ് ലേബലുണ്ട്. സോ എന്താണ് ഹ്യൂമൻ ബോഡി 8 ഹെഡ് പ്രൊപ്പോർഷൻ. സോ എന്താണ് 8 ഹെഡ് പ്രൊപ്പോർഷൻ? ഹ്യൂമൻ ബോഡിയെ നമ്മൾ 8 ഹെഡ്സ് കൊണ്ട് അളക്കാൻ പോവുകയാണ്, സ്കെയിൽ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നറിയാം. നോർമലി എല്ലാ ആർട്ടിസ്റ്റുകളും, ക്രിയേറ്റീവ് ആർട്ട് ചെയ്യുന്ന, ക്യാരക്ടർ ഡിസൈൻ ചെയ്യുന്ന, ഫൈൻ ആർട്സ് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള ഒരു ടോപ്പിക്കാണ് ഹ്യൂമൻ ബോഡിയുടെ ഈ ഹെഡ് വെച്ചുള്ള പ്രൊപ്പോർഷൻസ്. ഹെഡ് പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ ഹെഡിൻ്റെ അളവ് വെച്ചിട്ട് ഹ്യൂമൻ ബോഡിയുടെ ലെങ്ത്, വിഡ്ത്ത് അളക്കുന്ന ഒരു മെത്തേഡ്. ഓക്കെ, അത് കാലാകാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട്, കുറേ കാലങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരു മെത്തേഡാണ്. സോ അത് നമുക്ക് ഇത് പഠിക്കാം. സോ നമുക്ക് ആദ്യം അതിൻ്റെ കുറച്ച് പ്രൊപ്പോർഷൻ്റെ കാര്യങ്ങൾ പറയുമ്പം എങ്ങനെ ഈ 8 ഹെഡ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി എവിടൊക്കെ ഡിവൈഡ് ചെയ്യണം, എവിടൊക്കെ ആ ഒരു നമ്മൾ കണ്ടിട്ടില്ലേ സ്കെയിലൊക്കെ 1 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് ഇത്ര നമ്പർ ഓഫ് ലൈൻസ് കഴിഞ്ഞിട്ടാണ് 2 സെൻറ്റിമീറ്ററിൻ്റെ ആ ഒരു മാർക്ക് വരുന്നത്, പിന്നെ 3 സെൻറ്റിമീറ്ററിൻ്റെ മാർക്ക് എന്ന് പറഞ്ഞ പോലെ ഓരോരോ മാർക്ക് വരുന്ന അനുസരിച്ചാണ് ആ വ്യത്യാസങ്ങൾ വരുന്നത്. സോ ഫസ്റ്റ് മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ടോപ്പ് ഓഫ് ഹെഡ് എന്നൊരു മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടുന്ന് താഴോട്ട് വരുന്നു. നെക്സ്റ്റ് ചിൻ ലൈനിലാണ് ഒരു നെക്സ്റ്റ് ലൈൻ വരുന്നത്. ഓക്കെ, സ്കെയിൽ പോലെ ഒന്ന് ചുമ്മാതൊന്ന് എക്സാമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് പോലെ, പക്ഷേ അതല്ല. ഓക്കെ, ടോപ്പ് ഓഫ് ഹെഡ് കഴിഞ്ഞാൽ ചിൻ ലൈൻ എന്ന് വെച്ചാൽ താടിയുടെ ആ പോർഷൻ വരെ ഒരു ഹെഡാണല്ലോ. അപ്പോൾ ഈ ഒരു അളവ് കൊണ്ട് താഴോട്ട് ഇതേ അളവ് വെച്ചിട്ടാണ് താഴോട്ട് അളന്ന് 8 ഹെഡ്സിൻ്റെ അളവ് വരുന്നതാണ് ആക്ച്വലി ഒരു ആവറേജ് ഹൈറ്റുള്ള, മീൻസ് ഒരു ഹെഡ്, ഒരു ഹ്യൂമൻ ബോഡിയുടെ ഹൈറ്റ് നോർമലി വരേണ്ടത് എന്നുള്ള അസംഷനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ആ ചെസ്റ്റ് ഏരിയയിലെ നിപ്പിൾസ്, അതാണ് അടുത്ത ഹെഡിൻ്റെ പൊസിഷൻ. അത്രയും ഏരിയ കവർ ചെയ്യും. നെക്സ്റ്റ് ബെല്ലി ബട്ടൺ, നെക്സ്റ്റ് ഹെഡ് അത്രയും കാണും. നെക്സ്റ്റ് ക്രൗച്ച് ഏരിയ, നമ്മുടെ ഒരു ബോഡി, അപ്പർ ബോഡി കഴിഞ്ഞിട്ട് ലെഗ്സ് ജോയിൻ ചെയ്യുന്ന ഏരിയയാണ് ക്രൗച്ച്. ബോട്ടം ഓഫ് ഫിംഗർ ടിപ്സ് എന്ന് വെച്ചാൽ കൈ നിവർത്തി താഴോട്ടിടുമ്പോൾ കൈയുടെ ഫിംഗേഴ്സ് നിവർത്തി നിർത്തുമ്പോൾ അതെവിടെയാണോ ചെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത്, തൈസിനോട് ചേർന്ന് നിൽക്കുന്ന ഏരിയ, അവിടെയാണ് ബോട്ടം ഓഫ് ഫിംഗർ ടിപ്സ് എന്നെഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് നീ ലൈൻ എന്ന് വെച്ചാൽ കാലിൻ്റെ മുട്ടുചിരട്ടയുടെ തൊട്ട് താഴെയായിട്ട് വരുന്ന ഏരിയ നീ ലൈൻ. പല ഇമേജസിലും പല രീതിയിലും മേലോട്ടും താഴോട്ടും ഒക്കെ അവർ മാറ്റി വെച്ചിരിക്കുന്നത് കാണാം. സോ അത് നമ്മുടെ പ്രൊപ്പോർഷൻ ചെയ്യുന്ന രീതികളനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടറിലും ഉണ്ടാവും. സോ ഞാനിവിടെ പഠിപ്പിക്കുന്ന രീതി ജസ്റ്റ് ഈ പ്രൊപ്പോർഷൻ ഏരിയ വെച്ച് തന്നെ പോകാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഹെഡ് 1 ഉണ്ട്, ഹെഡ് 2 പ്ലേസ് ചെയ്തു, കണ്ടില്ലേ ആ ചിൻ ലൈൻ നിപ്പിളിൻ്റെ ഏരിയയിൽ ഇടയ്ക്ക്. ആൻഡ് ഹെഡ് 3 എന്ന് പറയുമ്പോൾ അടുത്ത പോർഷനിൽ കവർ ചെയ്തിട്ടുണ്ട്. ഹെഡ് 4, ഹെഡ് 5, ഹെഡ് 6, ഹെഡ് 7, ഹെഡ് 8. നിങ്ങൾക്ക് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. നമുക്ക് ഫസ്റ്റ് 4 ഹെഡ്സ് കണ്ടോ? ഫസ്റ്റ് 4 ഹെഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയുടെ അപ്പർ ഹാഫിനെ കറക്റ്റ് 4 ഹെഡ്സ് വെച്ചിട്ടും നെക്സ്റ്റ് 5, 6, 7, 8 എന്ന് പറയുമ്പോൾ കണ്ടോ അടുത്ത 4 ഹെഡ്സ് വെച്ചിട്ടും അളക്കുമ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈക്വൽ ലെങ്ത് ആണ് നമുക്ക് അപ്പർ ബോഡിയും ലോവർ ബോഡിയിലും കിട്ടുന്നത്. 8 ഹെഡ്സ് എന്ന് പറയുന്നതിന് 4 ഹെഡ്സ് വെച്ചിട്ട് നമുക്ക് അളന്നു കഴിഞ്ഞാൽ അപ്പർ ബോഡി 4, ലോവർ ബോഡി 4 ഹെഡ്സ് ആണ്. സോ കണ്ടല്ലോ. സോ ഞാനതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തു വച്ചിരിക്കുകയാണ്. ഗ്രീൻ കളറിൽ കൊടുത്തു. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഷോൾഡർ ഹെഡ്സ് വരുന്നുണ്ട്. ഷോൾഡർ ഹെഡ്സ് എന്ന് പറയുമ്പോൾ ഒരാളുടെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് എങ്ങനെ അളക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെഡ്സിനെ നമ്മൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് 90 ഡിഗ്രി റൊട്ടേഷനിൽ വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും വെച്ചാൽ അതാണ് അതിൻ്റെ നോർമൽ ബോഡിയുടെ ഒരു ഷോൾഡർ വിഡ്ത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹിപ്പ് ഹെഡ്സ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഹിപ്സിൻ്റെ ആ ഒരു വിഡ്ത്ത് എങ്ങനെ വരും? ഹിപ്സിൻ്റെ വിഡ്ത്ത് വരുന്നത് ഇതുപോലെയാണ്. ഇത്രയും വിഡ്ത്ത് നോർമലി ഉണ്ടാവും. അതിനപ്പുറത്തോട്ട് ഉണ്ടാവുന്നവരുമുണ്ട്. ആവറേജ് സ്റ്റാൻഡേർഡ് ലെവൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊപ്പോർഷനാണ്
നമുക്ക് ചോദ്യങ്ങൾ ചിലപ്പോൾ തോന്നിയേക്കാം, ഇങ്ങനെ മാത്രമേ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വരത്തുള്ളൂ, എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്രൊപ്പോർഷൻസ് ഉള്ള ഒരാളുകൾ തന്നെ ആവണമെന്നില്ലല്ലോ നമ്മൾ. പക്ഷെ നമുക്ക് ഒരു ആർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഒരു ക്രിയേറ്റീവ്ലി ഒരു ക്യാരക്ടർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ വെച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ നല്ല പ്രോപ്പറായിട്ടുള്ള ഫിറ്റ് ആയിട്ടുള്ള ഒരാളെ എടുക്കുന്നത്. സോ അവിടുന്ന് അത് ക്രിയേറ്റ് ചെയ്യാൻ നീ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒബേസ് ആയിട്ടുള്ള ആളിനെയും മെലിഞ്ഞ ഒരാളിനെയും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളിനെയും അങ്ങനെ പല ടൈപ്പിലുള്ള ആളുകളെ, പല ഫീച്ചേഴ്സുള്ള യുണീക്ക് ഫീച്ചേഴ്സുള്ള ആളുകളെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിക്കാൻ പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ട കാര്യം ഇതാണ്. എന്താണെന്ന് ചോദിച്ചാൽ കണ്ടോ, ഹ്യൂമൻ ബോഡി 8 ഹെഡ് പ്രൊപ്പോർഷൻ, 1 2 3 4 5 6 7 8. സോ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാനുണ്ടായിരുന്നു. ഈ നീ ലൈൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് എൻഡ് ഓഫ് കാഫ് മസിലാണ്. നമ്മുടെ കാലുകളിൽ പുറകുവശത്ത് വരുന്ന, മുട്ടിന് താഴെ പുറകുവശത്ത് വരുന്ന മസിലിൻ്റെ തൊട്ട് എൻഡ് പാർട്ടാണ് എൻഡ് ഓഫ് കാഫ് മസിൽ എന്ന് പറയുന്നത്. അവിടെ അടുത്ത ലൈൻ വന്നു. നെക്സ്റ്റ് ഫ്ലോർ ലെവൽ കണ്ടില്ലേ. സോ ഇത്രയുമാണ് ടോപ്പ് ഓഫ് ഹെഡ്, ചിൻ ലൈൻ, നിപ്പിൾ, ബെല്ലി ബട്ടൺ, ക്രൗച്ച്, ബോട്ടം ഓഫ് ഫിംഗർ ടിപ്സ്, നീ ലൈൻ, എൻഡ് ഓഫ് കാഫ് മസിൽ, ഫ്ലോർ ലെവൽ. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഈ ക്യാരക്ടർ കൈ ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് വിടർത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ക്രൗച്ചിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ മൈൻഡ് ചെയ്യേണ്ട, അതെങ്ങനെയാണെന്ന് വെച്ചാൽ കൈ നിവർത്തി താഴോട്ട് തൂക്കിയിട്ടാൽ വരുന്ന ഏരിയ വെച്ചിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, ക്രൗച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ നോക്കി ചെയ്താൽ മതി. സോ ഇതാണ് ഇന്ന് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ടിപ്പ്. ഇത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലൈക്ക് നമ്മൾ റെഫറൻസ് ഇമേജ് വെച്ചിരിക്കുന്ന ZBrushലെ ക്യാൻവാസിലോട്ട് ഒരു നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരക്ടറിനെ എങ്ങനെ ഈ പ്രൊപ്പോർഷൻ അനുസരിച്ച് കറക്റ്റ് ചെയ്യും എന്നുള്ളത് അറിയണമെങ്കിൽ, കറക്റ്റ് ചെയ്യാനുള്ള സ്കില്ല് വരണമെങ്കിൽ ഹ്യൂമൻ ബോഡി 8 ഹെഡ് പ്രൊപ്പോർഷൻ നമ്മൾ ഇവിടുന്ന് പഠിച്ച് വെച്ച് റെഡി ആയിരുന്നാൽ മാത്രമേ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ് ഇവിടെ കവർ ചെയ്തത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാത്തിരിക്കുക. ഗുഡ് ബൈ ഗൈസ്.